നോക്കും നിന്റെ ശാസനയ്ക്കായി ഏകുന്നെൻ സമ്പൂർണ്ണ ഭക്തി ഞാനെന്നും യാഹേ നമ്മളെല്ലാവരും ദിവസവും പല കാര്യങ്ങൾ തിരക്കുള്ളവരാണ്. ജോലി, വീട്ടുകാര്യം, നമ്മുടെ സ്വന്തം കാര്യം, പിന്നെ ആരോഗ്യം, നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം, അങ്ങനെ പല കാര്യത്തെക്കുറിച്ച് നമ്മൾ തിരക്കുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് വഴിയിൽ നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം വളരെ ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ പലപ്പോഴും എടുക്കുന്നത്. കാരണം നമ്മൾ ഏത് വഴിയിലൂടെ പോകുന്നു എന്ന് ഈ തീരുമാനങ്ങൾ കാണിക്കുന്നു. പക്ഷെ നമ്മൾ ഏത് വഴിയിലൂടെ പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമുക്കൊരു ബൈബിൾ വാക്യം വായിക്കാം. സങ്കീർത്തനം 37-34 വാക്യം. സഹോദരങ്ങളെ എന്നോട് ആ വാക്യം എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. സങ്കീർത്തനം 37-34. അതിന്റെ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? യഹോവയിൽ പ്രത്യാശ വെച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കുക എന്നാണ്, അല്ലേ? അപ്പോൾ യഹോവ നമ്മളോട് പറയുന്നു, യഹോവയിൽ പ്രത്യാശ വെച്ച് ദൈവത്തിന്റെ വഴിയെ നടക്കുക എന്ന്. അപ്പോൾ ദൈവം നടക്കുന്നതിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അനുകരിച്ചുകൊണ്ട്. ഈ അനുസരിക്കുക അനുകരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടിരിക്കുന്നത് അത് വളരെ എളുപ്പമാണ്. അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ബൈബിളിലൂടെ നൽകി തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക. അനുകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം കാര്യങ്ങൾ ചെയ്യുന്ന രീതി, ദൈവം കാര്യങ്ങൾ നോക്കിക്കാണുന്ന രീതി, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുകരിക്കേണ്ട ആവശ്യം. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തെളിയിക്കുന്നത് എന്താണ്? നമ്മൾ തെളിയിക്കുന്നത് എത്രയേ ഉള്ളൂ? ദൈവത്തിന്റെ വഴികൾ ലോകത്തിന്റെ വഴികളേക്കാൾ ഉന്നതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശരി, ഇനി മറ്റെന്തെങ്കിലും വിധത്തിൽ ഈ വഴി ഉന്നതമായിരിക്കുന്നു, നമ്മുടെ തിരഞ്ഞെടുപ്പ് മാത്രമല്ലാതെ ഉന്നതമായിരിക്കുന്നു, അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ദൈവത്തിന്റെ വഴി അല്ലാതെ വേറെ എന്തുണ്ട് എന്ന് നോക്കാം. ദൈവത്തിന്റെ വഴി അല്ലെങ്കിൽ എന്താണ്? ലോകത്തിന്റെ വഴി. ശരി, ലോകത്തിന്റെ വഴി എന്താണെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരു വണ്ടി റോഡിൽ കൂടെ ഓടുമ്പോൾ അത് എങ്ങനെ ഓടുന്നു, എവിടെ കൂടെ പോകുന്നു, അത് എന്ത് കണ്ടീഷനിൽ ഇരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അത് ഓടിക്കുന്ന ഡ്രൈവറാണ്, അതോടൊപ്പം അതിന്റെ ഓണറുമാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ വഴി എങ്ങനെ പോകുന്നു എന്ന് നമുക്കറിയാനായിട്ട് 1 യോഹന്നാൻ 5:19 വായിക്കാം. 1 യോഹന്നാൻ 5:19. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് നമുക്കറിയാം, പക്ഷെ ലോകം മുഴുവൻ ദുഷ്ടന്റെ നിയന്ത്രണത്തിലാണ്. ഒരു വണ്ടി റോഡിലൂടെ പോകുന്നത് പോലെ ഇന്നത്തെ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ദുഷ്ടനാണ് എന്ന് പറയുമ്പോൾ പിശാചായ സാത്താൻ. അതുകൊണ്ട് തന്നെ ദുഷ്ടന്റെ വഴികളായ ഭൗതികത്വം, വംശീയത, ലൈംഗിക അധാർമികത, അക്രമം, ജ്ഞാനെന്ന പാപം ഇവയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ വഴി. എളുപ്പത്തിൽ പറഞ്ഞാൽ ഇവയാണ് ഇന്നത്തെ സാധാരണ കാര്യങ്ങൾ. സമാധാനത്തിലായിരിക്കാൻ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ഇവിടെ ഒരു വാക്ക് മാത്രം എടുത്തു പറഞ്ഞതുകൊണ്ടോ എല്ലാവരുമായി സമാധാനത്തിലായിരിക്കുക. അപ്പൊ എല്ലാവരുമായി സമാധാനത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്ന എന്താണ്? സമാധാനത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലായി. എല്ലാവരോടും എന്ന് പറയുമ്പോൾ വെറുപ്പ്, മുൻവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാതെ നമ്മൾ ആളുകളോട് പെരുമാറാൻ ദൈവം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വഴിയെ നടക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ സ്വാർത്ഥ പ്രസംഗങ്ങളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ദിവസേനയുള്ള ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ന ആൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി എന്തേ പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം എല്ലാവരോടും നമ്മൾ ദൈവയോടെ ഇടപെടുക. നമ്മുടെ കഴിവിന്റെ പരമാവധി അവരോട് സമാധാനത്തിലായിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. തീത്തോസ് 3:1-2. തീത്തോസ് 3:1-2. അവിടെ പറയുന്നു: ഗവൺമെന്റുകൾക്കും അധികാരങ്ങൾക്കും കീഴ്പ്പെട്ടിരുന്നുകൊണ്ട് അനുസരണം കാണിക്കാനും എല്ലാ സത്പ്രവർത്തികൾക്കും ഒരുങ്ങിയിരിക്കാനും ആരെക്കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കാനും വഴക്കാളികളാകാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരായി എല്ലാ മനുഷ്യരോടും നല്ല സൗമ്യത കാണിക്കാനും അവരെ തുടർന്ന് ഓർമ്മിപ്പിക്കണം. നമ്മളിപ്പോൾ ഇന്ന് ജീവിക്കുന്ന ഭൂമിയിലാണ്. നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന്റെ പ്രജകളാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഓരോ രാജ്യത്തായി ചെതറി കിടക്കുന്നു. കാര്യം യഹോവയുടെ ജനം ഒരു രാജ്യത്ത് മാത്രമല്ല ഉള്ളത്. പക്ഷെ യഹോവ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഗവൺമെന്റ് അധികാരികളോട് ആദരവോടും അനുസരണയോടും സൗമ്യതയോടെയും പെരുമാറാനാണ്. കാരണം എന്താണ്? ഇത് യഹോവയുടെ ഉപദേശമാണ്. നമ്മളിത് അനുസരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയായിരിക്കും? മുമ്പ് നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മൾ ദൈവത്തിന്റെ വഴിയെ നടക്കുകയായിരിക്കും. ശരി, നമ്മൾ സൃഷ്ടിയിൽ നിന്നും ബൈബിളിൽ നിന്നും ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാമെന്ന് പഠിച്ചു. എന്നാൽ അവിടെ നിന്ന് തീരുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. നമ്മൾ ദൈവമായ ഒരു അടുത്ത ബന്ധം കൂടെ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് ദൈവത്തിന്റെ വഴിയെ നടക്കണമെങ്കിൽ.
എന്നാൽ സാധിക്കുന്ന കാര്യമാണ്. കാര്യം മനുഷ്യരായ നമ്മൾ പാപികളാണ്, നമ്മൾ അവിടെ ഇരിക്കുന്നു. ദൈവം വളരെ മഹാനായ ഒരു വ്യക്തിയാണ്, ദൈവം അവിടെ നിൽക്കുന്നു. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ദൈവവുമായി അടുത്തൊരു ബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ശരിക്കും ക്ഷണം നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. എങ്ങനെ സ്വീകരിച്ച് നമുക്ക് കാണിക്കാൻ കഴിയും? പ്രധാനമായിട്ട് 3 വഴികളിലൂടെ നമുക്ക് ഈ ക്ഷണം സ്വീകരിക്കാൻ കഴിയും. അതിലെ ഒന്നാമത്തെ വഴി നമുക്ക് യോഹന്നാൻ 17:3 കാണാൻ പറ്റും. യോഹന്നാൻ 17:3 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അവർ അറിയുന്നതാണ് നിത്യജീവൻ. അതെ, നമ്മൾ യഹോവയെയും യേശു ക്രിസ്തുവിനെയും കുറിച്ച് അറിയണം. കാരണം എന്താണ്? അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യഹോവയും യേശു ക്രിസ്തുവിന്റെയും ഗുണങ്ങളെ കുറിച്ച് അറിയാൻ പറ്റൂ. അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവരെന്താണ് ചെയ്തത്, ഇവർ തമ്മിൽ കൽപ്പനകൾ എന്താണ്, ഇതേക്കുറിച്ചെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ബൈബിൾ ഉത്സാഹത്തോടെ പഠിക്കണം. ചുമ്മാ വായിച്ചു വിടുകയെന്ന് മാത്രമല്ല, നമ്മൾ വായിക്കുന്ന ഭാഗത്തെ ആശയങ്ങൾ എന്താണ്, നമുക്കിതെങ്ങനെ ജീവിതത്തിൽ ബാധകമാക്കാൻ പറ്റും, നമുക്കെങ്ങനെ നമ്മുടെ തീരുമാനത്തിൽ ബാധകമാക്കാൻ പറ്റും, നമുക്കെങ്ങനെ നമ്മുടെ ചിന്താഗതിയിൽ ബാധകമാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ശരി, ബൈബിൾ എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്നൊരു പുസ്തകമാണ്. ദൈവത്തിന് പറയാനുള്ളതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ബന്ധം ഉണ്ടായിരിക്കണമെങ്കിൽ 2 സൈഡിലോട്ട് സംസാരിക്കണ്ടേ, അപ്പൊ തിരിച്ചിങ്ങനെ സംസാരിക്കാൻ പറ്റും. അതിനുള്ള വഴി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരത്തിന് വേണ്ടി നമുക്ക് സങ്കീർത്തനം 62-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. സങ്കീർത്തനം 62:8 അവിടെ പറയുന്നതാണ്: ജനങ്ങളെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തിന് മുന്നിൽ നിങ്ങളുടെ ഹൃദയം പകരുക, ദൈവമല്ലോ നമ്മുടെ അഭയം. അപ്പോൾ ഉദ്ദേശിക്കുന്ന ആശയം ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥനയാണ്. നമുക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു വഴിയാണ് പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം? ചുമ്മാ പ്രാർത്ഥിച്ചാൽ മതിയോ? ഒരേ കാര്യം തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മതിയോ? അല്ലെങ്കിൽ മാതൃകാ പ്രാർത്ഥന തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ എന്നാണ് ഈ വാക്യത്തിൽ കാണിക്കുന്നത്. ഇവിടെ പറയുന്നു എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കും. പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല, എപ്പോഴും നമ്മളെ ഈ പ്രാർത്ഥിക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇനി ഭാവിയിൽ ദൈവത്തിന്റെ വഴി നടക്കാൻ വരുന്നവരെ കാത്തിരിക്കുന്നത് ഇന്നും എന്നും നിലനിൽക്കുന്ന സമാധാനവും സമൃദ്ധിയുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നും എന്നും ദൈവത്തിന്റെ വഴി നടക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും.